വാർത്തയിലേക്ക്. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനമിടിച്ച് വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. വിവരങ്ങളുമായി ബിദിനം ദാസ് ചേരുന്നു. ബിദിൻ, ക്രിസ്മസ് തലേന്ന് ഉണ്ടായ വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. പരിക്കേറ്റ് തങ്കരാജ് ചികിത്സയിലായിരുന്നു. ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഇത് ഇനി പോലീസ് പറയുന്ന വിവരങ്ങൾ? പ്രിയരാഗ്, 24-ാം തീയതി ക്രിസ്മസിന്റെ തലേന്നാണ് MC റോഡിൽ നാട്ടകത്ത് വെച്ച് ഇതേ രീതിയിൽ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചെത്തി ഇതേ രീതിയിൽ ഒരു അപകടം ഉണ്ടാക്കിയത്. അന്ന് ഈ നാട്ടുകാരടക്കം അപകടം ഉണ്ടാക്കിയതിന് പിന്നാലെ ഇയാളെ വാഹനം തടയാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാരോടും പോലീസിനോടും ഒക്കെ കയർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അന്ന് അപകടത്തിൽ പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശി തങ്കരാജ് കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപകടത്തിൽ അന്ന് തങ്കരാജിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ആദ്യഘട്ടത്തിൽ പരിക്ക് ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത ഉണ്ടായിരുന്നു. പിന്നീട് ചികിത്സയിൽ ഇരിക്കെ പരിക്ക് ഗുരുതരമാവുകയായിരുന്നു. തലക്കേറ്റ ക്ഷതം പിന്നീട് പലതരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു തങ്കരാജ് ഉണ്ടായിരുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് തങ്കരാജിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അപകടം ഉണ്ടാക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ സിദ്ധാർത്ഥ് പ്രഭുവിനെ ചിങ്ങവനം പോലീസ് എത്തി അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് സ്റ്റേഷനിലെ ജാമ്യത്തിലാണ് വിട്ടിരുന്നത്. പ്രത്യേകിച്ച് അന്ന് ചുമത്തിയിരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുകയും ഒപ്പം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും തുടങ്ങിയിട്ടുള്ള വകുപ്പുകളായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? അവനുണ്ടെങ്കിൽ ഇതേ കണക്ക് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചൊരു പാവത്തിനെ കൊണ്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ പാവം മരിച്ചു. ഇനി ആ പാവത്തിൻ്റെ കുടുംബത്തിന് ആരുണ്ട്? ആരും ഇല്ല. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തന്നെ ഇതിനെപ്പറ്റി ഒരു 2-3 വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒരുപാടെണ്ണം ഭയങ്കര ന്യായോടിയായിരുന്നു. എൻ്റെ സിദ്ധാർത്ഥേട്ടനെ വെറുതെ വിടണം, പാവം വലിയൊരു അബദ്ധം പറ്റിയതാണ്. ഏതോ ഒരുത്തം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് പാവത്തിന് ഈ പ്രണയ നൈരാശ്യം വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അങ്ങനെ പോയപ്പോഴേ സംഭവിച്ചതെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെന്ത് പറയും? ഒരു പാവത്തിൻ്റെ ജീവനാണ് പോയത്. ഇവനറിയായിരുന്നു മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്നുള്ളൊരു കാര്യം. എന്നിട്ട് പ്രണയ നൈരാശ്യം ഇനി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ഇത് കണക്ക് വണ്ടി ഓടിച്ച് ഒരു പാവത്തിനെ കൊണ്ടിടിച്ച് ആ കുടുംബത്തിന് എന്ത് സംഭവിക്കുന്ന എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവന് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു, അത് അവൻ തന്നെ തകർത്ത്. ഇനി കോടതി കേസെന്ന് പറഞ്ഞ് കുറേ നാൾ നടക്കാം. ഓരോരുത്തന്മാർ അവനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരു ചാൻസും കൂടെ കൊടുക്കാം. ആ മരിച്ചുപോയ ജീവൻ്റെ കാര്യമോ അതിന് തിരിച്ചു വരും ഒരു ചാൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ. ഓരോരുത്തന്മാർ ഒരു ബോധവും ഇല്ലാതൊക്കെ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതേ കണക്ക് ചാൻസ് കൊടുക്കാം, അത് പാവം ഒരു അബദ്ധം പറ്റിയതാണ്. എത്ര നായകന്മാർ അല്ലെങ്കിൽ സിനിമയിൽ തെറ്റ് ചെയ്യുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചാൻസ് കൊടുക്കുമ്പോൾ അവനെന്താ ചാൻസ് കൊടുത്തോളുന്ന രീതിയിലുണ്ടെങ്കിൽ ഒരു ബോധമില്ലാതെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അവന്മാർ ഇനി മിണ്ടാൻ പാടില്ല. ഇതേ കണക്കുള്ള കാര്യങ്ങൾ നടന്നു കഴിയുമ്പോഴത്തേക്ക് ചാൻസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഒരു ജീവനാണ് പോയത്. ഒരു ചാൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ കരുണയൊക്കെ കാണിക്കുന്ന ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കൊണ്ട് ചിലപ്പോൾ ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നം വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അബദ്ധത്തിൽ തിരിക്കുകയോ വളയ്ക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് നോർമലായിട്ടൊക്കെ റോഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മുരുട്ട് ഇതേ കണക്ക് കുടിച്ച് കൂത്തടിച്ചിട്ട് ഇതേ കണക്ക് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഒരു പാവത്തിനെ ഇടിക്കുക, അത് ചോദിക്കാൻ വന്നവരെ എടുത്തിട്ട് തല്ലുകയും ചെയ്യുന്ന അവനെ പുറത്തുള്ളവന്മാർ ഇനി ജയിലിൽ തന്നെ കടന്ന് നല്ലോണം ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.